ഇറാന് നേരെ കൊലവിളിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഇന്ന് രാത്രി തന്നെ ഇല്ലാതാക്കുമെന്നും ഇനി ഒരിക്കലും തിരിച്ചുവരില്ല എന്നുമാണ് ഭീഷണി. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഖാർഗ് ദ്വീപിലെ ഇറാന്റെ പ്രധാന എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. ലക്ഷ്മണരേഖ ലംഘിച്ചാൽ പശ്ചിമേഷ്യയുടെ പുറത്തേക്ക് തിരിച്ചടി വ്യാപിപ്പിക്കും എന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മൾ തത്സമയം ഈ വാർത്തകളുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒപ്പം തന്നെ വിശകലനങ്ങളും ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രതിനിധികൾ തത്സമയം വിശദാംശങ്ങളും ആയുണ്ട്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന്, സുഹൈൽ മുഹമ്മദ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്, ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ്, ജലീൽ കണ്ണമംഗലം ജദ്ദയിൽ നിന്ന്, ഒപ്പം തന്നെ അതിഥികളെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം പോകുന്നത് മധു കൊട്ടാരക്കരയിലേക്കാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നത്. മധു, ഇപ്പോൾ ഏറ്റവും ഒടുവിലായാണ് അമേരിക്കൻ പ്രസിഡന്റിന് ഒരു കുറിപ്പ് വരുന്നത്. ട്രൂത്ത് സോഷ്യലിലാണ് ആ കുറിപ്പ് വരുന്നത്. ഒരു സിവിലൈസേഷനെ തന്നെ, ഒരു നാഗരികതയെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു, തനിക്കതിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതിലേക്ക് കടക്കേണ്ടി വരും, അത് വേണ്ടി വന്നേക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ സമയവും ഒക്കെ തീരുമാനിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു ജനതയെ, ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പ്. മധു, അനുജ, ഇന്നലെ വൈറ്റ് ഹൗസിൽ നടന്ന മാധ്യമ സമ്മേളനം മുതൽ തന്നെ വളരെ പ്രകോപനപരമായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഓണയർ പോലും പറയാൻ പറ്റാത്ത അശ്ലീല പദങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തുടർച്ചയായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അല്പം മണിക്കൂറുകൾക്ക് മുമ്പ്, ഇപ്പോൾ ഇവിടെ രാവിലെ ഏതാണ്ട് 10:30 അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത്. ഒരു നാഗരികതയെ തന്നെ ഇല്ലാതാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, 47 വർഷമായിട്ട് ഒരു രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കും അതുപോലെ അമേരിക്ക നേരത്തെ നടന്ന കൊലവിളിക്കും ഒക്കെ ഇന്ന് രാത്രി കൊണ്ടൊരു അവസാനം ഉണ്ടാക്കും. അങ്ങനെ ഒരെണ്ണം ഉണ്ടാകുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രാത്രി 8 മണി എന്ന് പറയുന്ന സമയത്തിന് മുമ്പ് അവർ ഒരു ധാരണയിൽ എത്തുവാനായിട്ട് മുന്നോട്ട് വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇറാന്റെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾ നടന്നതായിട്ട് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കഷാനിലുള്ള ഒരു റെയിൽവേ ബ്രിഡ്ജ്, അതുപോലെ മഷാദിലുള്ള ഒരു ട്രെയിൻ സ്റ്റേഷൻ, ഇതുകൂടാതെ ടബ്രീസിലുള്ള ഒരു ഹൈവേ ബ്രിഡ്ജും ഒക്കെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്ത ഇറാൻ മാധ്യമവും പുറത്തുവിടുന്നുണ്ട്. അത് മാത്രമല്ല, ഇറാനും വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ വർഷങ്ങളോളം ഇത് എണ്ണ വിതരണത്തെ നിർത്തുന്ന രീതിയിലേക്ക് അവർ പ്രതികരിക്കും. അത് മാത്രമല്ല, അവരുടെ ഡ്യുവൽ മിസൈൽ ലോഞ്ചറുകൾ തയ്യാറായി കഴിഞ്ഞു. ഇതുവരെ സിംഗിൾ മിസൈൽ ലോഞ്ചേഴ്സ് ആയിരുന്നു അവർ ഉപയോഗിച്ചത്. അത് മാത്രമല്ല, ആക്രമിക്കുമ്പോൾ അവർ ചില പരിഗണനകൾ നൽകിയിരുന്നു. ഇനി ആ പരിഗണന ഉണ്ടാകില്ലെന്നുള്ള ഒരു മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. ഇത് കൂടാതെ ഇസ്രായേലിന്റെ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ എണ്ണ വിതരണത്തിനെ പറ്റി റഷ്യയും പ്രതികരിച്ചിട്ടുണ്ട്. റഷ്യ പറയുന്നത് അവർക്ക് പുതിയൊരു വാതിൽ ഇതോടുകൂടി തുറന്നു കിട്ടി എന്ന് ആണ് റഷ്യയുടെ പ്രതികരണം വരുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഇറാൻ ഈസ് വാക്കിംഗ് ഓൺ എ തിൻ ഐസ് എന്നാണ്. JD വാൻസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. കാർഗിലിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഭാഗികമായിട്ട് JD വാൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളല്ല, അവിടെയുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായിട്ട് JD വാൻസ് പറയുന്നു. പക്ഷേ JD വാൻസ് വലിയ ശുഭപ്രതീക്ഷയാണ് പുലർത്തുന്നത്. 8 മണിക്ക് മുമ്പ് തന്നെ ഇറാൻ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കും. ബുദ്ധിമാന്മാരായിട്ടുള്ള സമർത്ഥരായിട്ടുള്ള ആൾക്കാർ ഇറാനിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അതേസമയം ഇറാന്റെ ജനതയ്ക്ക് മധു, ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു കൃത്യമായ ഒരു സമയവും ദിവസവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ തരത്തിലേക്ക് ഒരു യുദ്ധം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്ന് ഓർമ്മ വരുന്നില്ല. ഈ സമയം പറയുന്നത് എന്താണത്? ചൊവ്വാഴ്ച രാത്രി 8 മണി എന്ന് പറയുന്നത് അത് ഏത് സമയമാണ്? നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നാളെ പുലർച്ചെയാണോ എന്ന് തോന്നുന്നു. ഈ അന്ത്യശാസനം അത് അവസാനിക്കേണ്ടുന്ന സമയം, അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തതയോടെ ഒന്ന് പറയാമോ? അനുജ, ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 5:30 ഈ 8 മണി എന്ന് ഉദ്ദേശിക്കുന്ന അമേരിക്ക തന്നെ 3 ടൈം സോണുകൾ 4 ടൈം സോണുകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടണിലെ ടൈം സോൺ വെച്ചിട്ടുള്ള രാത്രി 8 മണിയാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇന്നലെ ഇത് സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത സ്റ്റീവ് വിറ്റ്കോഫ് 7 ദിവസം സമയം കൊടുക്കണമെന്ന് പറഞ്ഞത് ഞാൻ 10 ദിവസമാക്കി നീട്ടിക്കൊടുത്തു ഈ ഒരു കരാറിലേക്ക് എത്തുവാൻ. അത് മാത്രമല്ല, ട്രംപ് പറയുന്നത് ഈ കരാറിൽ എത്തുവാനായിട്ട് ഇറാനിലുള്ള ഇപ്പോഴുള്ള ഈ ചർച്ചകൾ നടത്തുന്നവർക്ക് പരസ്പരം ആശയവിനിമയം നടത്തുവാനായിട്ടുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ തകർന്നുപോയി. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ കുട്ടികളുടെ കയ്യിൽ നോട്ട് കൊടുത്തു വിടുന്നത് പോലെ അങ്ങനെയാണ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾക്ക് സ്പീഡ് കുറയാനുള്ള ഒരു കാരണമായിട്ട് ട്രംപ് അതാണ് എടുത്തു പറയുന്നത്. പക്ഷേ 8 മണിക്ക് മുമ്പ് ആരെങ്കിലും ഇത് ബാക്ക്ഡോർ ചർച്ചകൾ തീർച്ചയായിട്ടും പുറത്തു വരുന്നില്ലെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിവ് വരുന്നത്. അതുകൊണ്ട് ഈ രാത്രി 8 മണിയുടെ ഡെഡ്ലൈൻ മുമ്പ് തന്നെ ഒരു താൽക്കാലിക വെടിനിർത്തലെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അനുജ.